ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുതിര കൊണ്ടൊരു രസവുമായിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു മുതിര രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മുതിര രസം ഉണ്ടാക്കാനായി ഒരു ടീസ്പൂൺ കുരുമുളക്, ഹോളായിട്ടുള്ള കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ടീസ്പൂൺ മല്ലി, ഹോളായിട്ടുള്ള മല്ലി, ഒരു പച്ചമുളക്, കുറച്ച് ഉലുവ, ഒരു ടീസ്പൂൺ ഉലുവയാണ്, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരണം. ഇതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു തക്കാളിയാണ്, ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് കൈ കൊണ്ടൊന്ന് ഞരടിയെടുക്കണം. ഇത് ഞരടി എടുത്തിട്ടുണ്ട്. അതും കൂടി തക്കാളി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് പുളിവെള്ളമാണ്. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ വെള്ളത്തിലിട്ട് വെച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ആ വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രസത്തിന് പുളിയും തക്കാളിയുമാണല്ലോ പ്രധാനം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് അവിടുന്ന് തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു 1/2 കപ്പ് മുതിര എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഇതിവിടെ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. കല്ലും ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൂടിയിട്ട് കൊടുത്ത് സ്റ്റൗ മീത വെച്ച് വേവിച്ചെടുക്കാം. രസത്തിൻ്റെ മസാലക്കൂട്ട് ഇവിടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തീ ഓഫാക്കി കൊടുക്കാം. ഇത് അധികം തിളപ്പിക്കാൻ പാടില്ല. തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ മുതിര നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഈ തവി കൊണ്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ വെള്ളമൊന്ന് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഈ മുതിരയുടെ വെള്ളം മാത്രം അരിച്ചെടുത്ത് വെക്കാം. മുതിരയുടെ വെള്ളം ഇവിടെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ വേവിച്ചെടുത്ത മുതിരയുമുണ്ട്. അത് നമുക്ക് കറിയായിട്ടോ അല്ലെങ്കിൽ തോരനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ തോരൻ വെച്ചോ, പയറിൻ്റെ കൂടെയൊക്കെ തോരൻ വെച്ചോ കഴിക്കാം. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി മുതിര പുഴുങ്ങി എടുത്ത വെള്ളമുണ്ടല്ലോ, അത് നമുക്ക് ഈ തക്കാളിയും ഒക്കെയുള്ള മസാലക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മഴക്കാലത്ത് ഇതുപോലെയുള്ള മുതിര കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ മുതിര രസം ഉണ്ടാക്കി ചോറിനോടൊപ്പം കഴിക്കാനും വെറുതെ കുടിക്കുവാനും നല്ലതാണ്. ശരീരത്തിന് ചൂട് കിട്ടുവാൻ നല്ലൊരു പാനീയമാണ് ഈ മുതിര രസം. ഇനി ഈ രസമൊന്ന് നല്ലതുപോലെ വെട്ടിത്തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും പുളിയുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എരിവ് കുറച്ച് കുറവുണ്ടായിരുന്നു. അതിനുവേണ്ടി നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതവിടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിവിടെ റെഡിയായി വരുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ടതുകൊണ്ട് തന്നെ എരിവ് കറക്റ്റാണ്, ഉപ്പും കറക്റ്റാണ്. മൊത്തത്തിൽ 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പുളിയും തക്കാളിയുടെ പുളിയും മറ്റേ വാളൻപുളിയുടെ പുളിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ
അതുപോലെ മുതിരയുടെ വെള്ളത്തിൻ്റെ ടേസ്റ്റും ഒക്കെ വന്നതുകൊണ്ട് നല്ലൊരു മുതിര രസം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് വെറുതെ കുടിക്കുവാനും നല്ല ഒരു ടേസ്റ്റിയായ പാനീയമാണ്. ഇനി നമുക്കിത് ഇതിലേക്ക് കടുക് താളിച്ചൊഴിച്ച് കൊടുക്കാം. അതിനായി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് താളിച്ചൊഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളിയും 2 വറ്റൽമുളകും ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ രസത്തിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മല്ലിയിലയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. അത്രയും മതി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല നമ്മളുടെ അടിപൊളി മുതിര രസം ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള മുതിര രസം ഞാനൊരു സർവിങ് ബൗളിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. എന്നാൽ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.